എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും നല്ലതാകണമെന്നില്ല. എന്നാൽ ആ ദിവസത്തിലുണ്ടായ നല്ല കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ദുരനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും നമുക്ക് മനോഹരമാക്കാം. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നാം എക്സ്പീരിയൻസിൽ കൂടെയും മറ്റു പല രീതികളിൽ കൂടെയും കണ്ടും കേട്ടും പഠിക്കുന്നു. യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ ചില ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വീഡിയോകൾ ഉണ്ടാക്കുന്നതിന് മുൻപേ ഒരു സിനിമ കാണുമ്പോൾ അതിലെ ആക്ടേഴ്സിനായിരുന്നു ഞാൻ പ്രാധാന്യം കൊടുത്തിരുന്നത്. എന്നാൽ വീഡിയോ ഉണ്ടാക്കുന്നതിനായി ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് വേണ്ടി എത്ര പേരുടെ എഫേർട്ടാണ് അതിന് പുറകിലുള്ളത്. എന്നാൽ മിക്കവരും ആക്ടേഴ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അഭിനയിക്കുന്നവരോടൊപ്പം തന്നെ എല്ലാവരും തുല്യ പ്രാധാന്യമുള്ളവരാണ്. ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, സിനിമാറ്റോഗ്രാഫർ, ആർട്ട് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടേഴ്സ്, എഡിറ്റേഴ്സ്, അങ്ങനെ പലരും. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നാം സ്ക്രീനിൽ കാണുന്നത്, നാം എൻജോയ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് എല്ലാ ജോലികളും. ഒരു പ്രവൃത്തിയും ചെറുതല്ല, എല്ലാറ്റിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും. നമ്മൾ കഴിക്കുന്ന ഫുഡ് എത്ര കർഷകരുടെ ശ്രമഫലമായിട്ടാണ് നമ്മുടെ കൈകളിൽ എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴാണ് എല്ലാ ജോലികളോടും നമുക്ക് നമ്മോടും മറ്റുള്ളവരോടും ബഹുമാനം തോന്നുന്നത്. സോ ബി ക്രിയേറ്റീവ് ആൻഡ് ആക്റ്റീവ്. ഞാൻ കാലിഫോർണിയയിൽ വിസിറ്റിങ്ങിന് പോയപ്പോൾ യൂട്യൂബ് എന്ന ബോർഡ് കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴാണ് യൂട്യൂബിനെ പറ്റിയൊക്കെ പല കാര്യങ്ങളും മനസ്സിലാക്കിയത്. മറ്റുള്ള ജോലികൾ പോലെ ഇതിനും പ്ലാനിങ്, ഹാർഡ് വർക്ക്, പേഷ്യൻസ് എല്ലാം വേണം. അതുപോലെ ഇതിൽ പല കടമ്പകളുണ്ട്, പല സ്റ്റെപ്പുകൾ. മോണിറ്റൈസേഷൻ ആകണം എന്ന് പറഞ്ഞാൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആകണം. അതുപോലെ കുറഞ്ഞത് 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും വേണം. ഞാൻ അത്രയൊന്നും ആയിട്ടില്ല, പക്ഷേ സാരമില്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെൻ്റെ പാഷനായതുകൊണ്ട് മടുപ്പില്ലാതെ പ്രവർത്തിക്കുന്നു. ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, വോയിസ് കൊടുക്കുക, അതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇതിൽ കൂടിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു. മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടുന്നു എന്നറിയുമ്പോൾ സന്തോഷം. അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് പലതും പഠിക്കാൻ സാധിക്കുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം യൂട്യൂബ് മാത്രമല്ല, പല കാര്യങ്ങളും, പല ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷേ സമയമില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ സമയത്തിൻ്റെ അല്ല, ടൈം മാനേജ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവായി ചിന്തിക്കുക. എന്താണ് എൻ്റെ പാഷൻ, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, സ്വയം തിരിച്ചറിയുക. ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തി മുന്നോട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രശ്നങ്ങളില്ലാത്തവരായി ആരുമില്ല. പരിഹരിക്കാവുന്നവ പരിഹരിക്കുക, അല്ലാത്തവ വിട്ടുകളയുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും നല്ലതാകണമെന്നില്ല. എന്നാൽ ആ ദിവസത്തിലുണ്ടായ നല്ല കാര്യങ്ങളിൽ സന്തോഷിച്ച് ദുരനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് ജീവിതം ഓരോ ദിവസവും ഉഷാറാക്കൂ. നമ്മുടെ പല സന്തോഷങ്ങളും ചോർത്തിക്കളയുന്ന അനാവശ്യ ചിന്തകൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാം. ബി പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.